നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിലെ അബഹയ്ക്കും ഖമീസ് മുസൈത്തിനുമിടയിൽ കനത്ത മഴ. ശക്തമായ കാറ്റും ഇടിയോടും കൂടിയ മഴയ്ക്ക് പുറമെ ആലിപ്പഴ വർഷവും പ്രദേശത്തുണ്ടായി. മഹാല, ഹയ്യൽ ജൗഹാൻ, മദീന സുൽത്താൻ എന്നിവിടങ്ങളിൽ ഭേദപ്പെട്ട മഴയാണ് ലഭിച്ചത്. അതേസമയം അബഹ സിറ്റിയിലും ഖമീസ് മുസൈത്തിലും പരിസര പ്രദേശങ്ങളിലും മഴ മാറി നിന്നു. അസീറിന്റെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ വിവിധ പ്രവിശ്യകളിൽ താപനില 50 ഡിഗ്രി വരെ ഉയരുമ്പോഴാണ് അസീറിൽ കാലാവസ്ഥാ വ്യതിയാനം അനുഭവപ്പെടുന്നത്. സൗദി അറേബ്യയിൽ ഞായറാഴ്ച മുതൽ വാരാന്ത്യം വരെയുള്ള ദിവസങ്ങളിൽ താപനില ഉയരുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കിഴക്കൻ പ്രവിശ്യയിൽ താപനില 48 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. റിയാദ് പ്രവിശ്യയുടെ തെക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ കൂടിയ താപനില 46 മുതൽ 48 ഡിഗ്രി വരെയാകാൻ സാധ്യതയുണ്ട്. കിഴക്കൻ പ്രവിശ്യയിൽ അൽഹസയിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് 49 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ദമ്മാമിൽ താപനില 48 ഡിഗ്രിയായിരുന്നു. വാദി ദവാസറിലും ഷറൂറയിലും 46 ഡിഗ്രി വീതവും ജിദ്ദയിലും അൽഖൈസുമയിലും 45 ഡിഗ്രി സെൽഷ്യസ് വീതവുമായിരുന്നു കൂടിയ താപനില. എൽനിനോ പ്രതിഭാസമാണ് സൗദിയിൽ അനുഭവപ്പെട്ടു വരുന്ന കടുത്ത ചൂടിന് കാരണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നുമുണ്ട്. ഉഷ്ണമേഖല പസഫിക് സമുദ്രത്തിൽ ഇടയ്ക്കിടെ സംഭവിക്കുന്ന സ്വാഭാവിക പ്രതിഭാസമാണ് എൽനിനോ. സമുദ്രത്തിലെ ജലത്തിന്റെ ഉപരിതല താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് സംഭവിക്കുന്നത്. പസഫിക് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസം രാജ്യത്തെ കാലാവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. വരണ്ട ഉഷ്ണക്കാറ്റിനും ഉയർന്ന താപനിലയ്ക്കും ഇത് കാരണമാകുന്നതായും നിരീക്ഷകർ പറയുന്നു. രാജ്യത്ത് താപനില ഉയരുന്ന സാഹചര്യത്തിൽ ഉഷ്ണതരംഗങ്ങളെ കരുതിയിരിക്കണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. പുറത്തിറങ്ങുമ്പോൾ മുൻകരുതൽ സ്വീകരിക്കണമെന്നും രാജ്യത്ത് ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതയുണ്ടെന്നും ഈ ആഴ്ച അവസാനം വരെ നീണ്ടുനിന്നേക്കാമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.